എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോക്ടെയിൽ സ്നേഹികളെ, മദ്യാന്വേഷികളെ, ഡിഡ് യു മിസ് മീ? കാലം കുറച്ചായി, കൃത്യമായിട്ട് പറഞ്ഞാൽ 3 വർഷം. എന്തായാലും ഈ 2025 ജനുവരിയിൽ ഈ ഒരു കാര്യം കൂടി സംഭവിക്കുകയാണ്. കുപ്പിത്താൻ ഈസ് ഒഫീഷ്യലി ബാക്ക്. നിങ്ങളിൽ ചിലർക്ക് എന്നെ ഓർമ്മയുണ്ടാവും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, മദ്യപിച്ചിട്ട് ഈ ലോക്ക്ഡൌൺ കാരണം ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടത് ഒരു സ്റ്റീൽ പാട്ട് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച റിഫ്രാക്ടറോമീറ്റർ എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ആൽക്കോൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഷുഗർ ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ അതിനെ ചിലവായത് ആകെ ഒരു 25 റുപ്യാണ്. പണ്ടൊരു ലോക്ക്ഡൗൺ കാലത്ത് പരിമിതികളിൽ നിന്നുകൊണ്ട് ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൈപൊക്കി കാണിക്കണേ. വലിയൊരു ഓട്ടത്തിലായിരുന്നു, ജീവിതം തന്നെ ഒരു പരക്കം പാച്ചിലല്ലേ. ഇപ്പോഴാണ് ഒന്ന് നിന്നത്. വീണ്ടും വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളിലേക്ക് വരാമെന്ന ഒരു അവസ്ഥയിലെത്തിയത് ഇപ്പോഴാണ്. എന്തായാലും മെസ്സേജുകൾ അയച്ചും കമൻറ്റുകൾ അയച്ചും കുപ്പിത്താൻ്റെ പുക കെടാതെ കാത്തു സൂക്ഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ആൻഡ് വെൽക്കം ബാക്ക് ടു കുപ്പിത്താൻ, വെർ എവറി സിപ്പ് ടെൽസ് എ സ്റ്റോറി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊരു ഇൻട്രോ വീഡിയോ ആണ്. വരാൻ പോകുന്ന ഒരുപാട് കോക്ടെയിലിൻ്റെയും ഹോം മെയ്ഡ് ബിയറിൻ്റെയും ഹോം മെയ്ഡ് വോഡ്ക ജിൻ, അങ്ങനെ കുപ്പിത്താനിൽ വരാൻ പോകുന്ന ഒരുപാട് സംഭവവികാസങ്ങളുടെ ഒരു തുടക്കം എന്നോണം നമ്മൾ ഒരു കോക്ടെയിൽ ഉണ്ടാക്കിയിട്ട് തന്നെ തുടങ്ങുകയാണ്. സോ ആദ്യമായിട്ട് ഒരു പീസ് സിനമൺ ചെറുതായിട്ട് ഒന്ന് വള്ളി ചെയ്തെടുക്കുക. അടുത്തത് കുറച്ച് ഹണി സിറപ്പാണ്, ഒരു ബാർ സ്പൂണ്, ഏകദേശം ഒരു ടീസ്പൂണ് അളവിൽ, ഇച്ചിരി കൂടിപ്പോയി, നോ പ്രോബ്ലം. ഹണി സിറപ്പ് ഉണ്ടാക്കിയത് 2 പാർട്ട് ഹണിയിൽ 1 പാർട്ട് ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ടാണ്. സിമ്പിളാണ്, പക്ഷെ പവർഫുൾ കോക്ടെയിലാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഐസാണ്. ഐസ് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലൊരു വിസ്കി വേണം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ മാൾട്ടാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡിസ്പ്ലേയിലെ ജെയിംസൺ കാലിയാണ്, അല്ലെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്തേനെ. തീരെ ലോക്കൽ വിസ്കിയൊക്കെ വെച്ച് ഇങ്ങനെയുള്ള കോക്ടെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാവില്ല. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസ്കി എടുക്കുക. ഇനി ചേർക്കുന്നത് ഒരു ഹോം മെയ്ഡ് ബിറ്ററാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് ഞാൻ സിനമണും ആപ്പിളും വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. വേണമെങ്കിൽ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിന് നമ്മൾ വേണ്ടത് നന്നായിട്ടൊന്ന് സ്റ്റെയർ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളെ കോക്ടെയിൽ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നല്ലൊരു ഗ്ലാസ് വേണം. ഗ്ലാസ് എടുത്തതിന് ശേഷം അതിൽ ഫ്രഷ് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യണം. ഇത്ര ഇളക്കിയ ഐസ് ക്യൂബ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈല്യൂട്ടായി പോകും. സോ ഹൈലി റെക്കമെൻഡ് ഫ്രഷ് ഐസ് ക്യൂബ്സ്. ഇനി കോക്ടെയിൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഹോർത്തോൺ സ്ട്രെയിനറാണ് യൂസ് ചെയ്യുന്നത്. ഫൈൻ സ്ട്രെയിനറും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതൊക്കെ എന്താണെന്ന് അറിയില്ലെങ്കിൽ പഴയൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അടുത്തതായി ഗാർണിഷാണ്. നല്ലൊരു കോക്ടെയിൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പട്ട യൂസ് ചെയ്തുകൊണ്ട് സിനമൺ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലെമൺ ജസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ഓൾഡ് ഫാഷൻ ടൈപ്പ് ഡ്രിങ്കിൽ എന്തെങ്കിലും ഒരു സിട്രസ് നോട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഓറഞ്ച് ജസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഗാർണിഷ് കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കായിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു കോക്ടെയിലാണ്. സോ ഇതാണ് കുപ്പിത്താൻ സ്പെഷ്യൽ സിനമൺ ഹണി ഓൾഡ് ഫാഷൻ. നല്ല സിപ്പായിട്ട് കുടിക്കേണ്ട കോക്ടെയിലാണിത്, നോ ഒറ്റവലി. അപ്പോൾ ചിയേഴ്സ്. പുതിയ തുടക്കത്തിന് വേണ്ടി തിരിച്ച് ചിയേഴ്സ് പറയേണ്ടവർ ലൈക്ക് ബട്ടൺ അടിച്ചാൽ മതി. പിന്നെ അഭിപ്രായങ്ങളും സജഷൻസും കുറ്റം പറച്ചിലുകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ഓർക്കുക, ഡ്രിങ്ക് റെസ്പോൺസിബിളി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ശരി, വീണ്ടും കാണാം എത്രയും പെട്ടെന്ന് തന്നെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ചിയേഴ്സ്.